അപ്പോൾ ഇന്ന് അമ്മ ഇവിടെ കഴിക്കാനായിട്ട് കൂന്തൽ വറുത്തതാണ് ഉണ്ടാക്കുന്നത്. അപ്പം അമ്മയോട് നമുക്ക് അതിൻ്റെ റെസിപ്പി എന്നാന്ന് ചോദിക്കാം, അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അമ്മേ, ഇന്ന് എന്നാ നമ്മൾ ഉണ്ടാക്കുന്നത്? നമ്മളെ കൂന്തൽ വാങ്ങിച്ച് ഞാനിത് ഉച്ചയ്ക്ക് വാങ്ങിച്ച് അരിഞ്ഞെല്ലാം ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റണേ. അങ്ങനെ മുളകും ഒക്കെ മീൻ വറക്കാനും ഇറച്ചി വറക്കാനും ഒക്കെ ചേർക്കുന്ന പോലെ. ഇപ്പം ഇത് ഞാൻ പെരുംജീരകം ചേർത്തിട്ടില്ല. പെരുംജീരകം ചേർത്താൽ ഇറച്ചി വറക്കുന്ന ടേസ്റ്റ് കിട്ടും, അല്ലെങ്കിൽ മീൻ വറക്കുന്ന ടേസ്റ്റ് കിട്ടും. അപ്പം ഞാൻ ഇതുപോലെല്ലാം പെരട്ടി ഉച്ചയ്ക്ക് വെച്ചതാണ്. അപ്പം നമ്മളിത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഈ എണ്ണ ചൂടാകുമ്പം ഈ പാത്രത്തിനകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കുവാണേ. ഇത് നല്ലോണം മൂക്കുമ്പോൾ ഉണ്ടല്ലോ, പൊട്ടി കേൾക്കുന്നൊരു ശബ്ദം വരും. അപ്പം ഇത് പൊട്ടിയിട്ട് ഇവിടെ എണ്ണ എല്ലാം തെറിച്ച് വീഴും. അപ്പം എണ്ണ തെറിച്ച് വീഴാതിരിക്കാൻ നമ്മൾ കൃത്യമായിട്ട് മൂടി വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. പയ്യെ എണ്ണ പൊട്ടി തെറിക്കുന്നു. അടച്ചു വെച്ചു തീ അടച്ചു വെച്ച് വേവിക്കുന്നത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള സംശയമാണ്. സാധനങ്ങൾക്ക് വേവ് കിട്ടത്തില്ല. ഇതിനകത്ത് ചൂട് തങ്ങി നിന്നിട്ടാ ആ കരസാധനങ്ങൾ ശരിക്കും വെന്ത് കിട്ടുന്നത്. അതുപോലെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഇത് അതിനുണ്ടോ ഒരു തോള? അത് വേണ്ടതാണോ? അത് ഇതിനകത്തുനിന്ന് അധികമായിട്ട് പ്രഷർ വരുമ്പോഴേ കുറയാൻ വേണ്ടി കുറേശ്ശെ എയർ പുറത്തു. അല്ല, അങ്ങനെയുള്ള അടപ്പാണ് നോക്കി വെക്കുന്നതാണോ? അങ്ങനെയാണ്, ഇത്തരത്തിലുള്ള അടപ്പുകളൊക്കെ അങ്ങനെയാണ് വരുന്നത്. ഇതിപ്പോ എനിക്ക് തോന്നുന്നത് ഇഡലിപ്പാത്രത്തിന്റെ പണ്ടത്തെ കിഴുത്ത പിടിച്ച് പോയതാ. അപ്പൊ അതിന്റെ അടപ്പ് കുഴപ്പമില്ലാതിരിക്കുന്നതുകൊണ്ട് നമ്മളത് ഉപയോഗിക്കുന്നതാണ്. ഇച്ചിരി മാറുന്നു, ചിലപ്പോ ഇത് പൊട്ടുവേ. പുറത്തോട്ട് തെറിക്കും. എണ്ണ തെറിക്കാറുണ്ട് സാധാരണ. ഇപ്പൊ ഇന്നിപ്പോ അങ്ങനെ കേൾക്കുന്നില്ല കേട്ടോ. തീ കുറച്ചിട്ടിരിക്കണം. എന്തുകൊണ്ടാ? ചിലപ്പം ഇത്രേ ഉള്ളൂ. ഇനി ഇത് കുറച്ചുകൂടെ കഴിയുമ്പം ഇതിനകത്തുനിന്ന് ഇതുപോലെ തന്നെ പടക്കത്തിന്റെ ഒച്ച പോരും. അങ്ങനെ വരുന്ന അവസരത്തിലാണ് നമ്മളിത് എന്തെന്ന് മനസ്സിലാക്കിയിട്ട് എടുക്കണം. ഒത്തിരി മൂത്ത് പോയാലും കുഴപ്പാ, അത്രയും വെന്തില്ലേലും കുഴപ്പാ. അപ്പൊ ഇതൊന്നുകൂടെ നമുക്ക് അടച്ചു വെക്കാം. ഇനി വേവുമ്പോ എടുത്തിട്ട് കഴിക്കാം. അപ്പൊ ഗൈസ് നല്ലപോലെ വെന്തിട്ടുണ്ടെന്ന് പറഞ്ഞു. നമുക്കത് എടുക്കാം. ഇനി നോക്കാവേ. തുറന്നിട്ടുണ്ട്. വെന്തോ എടുത്തോ. പൊട്ടിത്തെറിയുണ്ട്. മാറുകയാണ് അടുത്തോന്ന്. ഇനി ഉണ്ടോ, ഇതുപോലെ കോരിയെടുത്ത നല്ല ടേസ്റ്റാണ്. ആണോ ഇന്നത്തെ? അതെ, ഇത് അടിപൊളിയാണ് സാധനം. ഗൈസ് മസ്റ്റ് ട്രൈ ആണ്. ഇതിന്റെ